7-ാം അധ്യായം 1 മുതൽ 10 വരെ വാക്യങ്ങൾ ഗുരു ആസ്വദിച്ചാലും. മിശിഹ സഹോദരൻ അനുഗ്രഹിക്കട്ടെ. സലോമിൻ്റെ രാജാവും അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനുമായ ഈ മെൽക്കിസദേക്ക് രാജാക്കന്മാരുടെ വധത്തിന് ശേഷം മടങ്ങി വന്ന അബ്രഹാത്തെ കണ്ടപ്പോൾ അവനെ അനുഗ്രഹിച്ചു. സകലത്തിൻ്റെയും ദശാംശം അബ്രാഹം അവനുമായി പങ്കുവച്ചു. അവൻ്റെ പേരിന് ഒന്നാമത് നീതിയുടെ രാജാവെന്നും പിന്നെ സലോമിൻ്റെ സമാധാനത്തിൻ്റെ രാജാവെന്നുമാണ് അർത്ഥം. പിതാവോ മാതാവോ വംശപരമ്പരയോ ഇല്ലാതെ, ദിവസങ്ങൾക്ക് ആരംഭമോ ജീവിതത്തിന് അവസാനമോ ഇല്ലാതെ ദൈവത്തിന് സദൃശനാക്കപ്പെട്ട അവൻ എന്നേക്കും പുരോഹിതനായി നിലകൊള്ളുന്നു. അവൻ എത്ര വലിയവനെന്ന് ഗ്രഹിക്കുവിൻ. പൂർവ്വപിതാവായ അബ്രാഹം യുദ്ധത്തിൽ പിടിച്ചെടുത്തവയുടെ ദശാംശം അവന് കൊടുത്തല്ലോ. ലേവിയുടെ പുത്രന്മാരിൽ പൗരോഹിത്യം സ്വീകരിച്ചിരിക്കുന്നവർക്ക് ജനത്തിൽ നിന്ന് അവർ തങ്ങളുടെ സഹോദരരും അബ്രാഹത്തിൻ്റെ മക്കളുമായിരുന്നിട്ടും നിയമപ്രകാരം ദശാംശം വാങ്ങാൻ കൽപ്പനയുണ്ടായിരുന്നു. എന്നാൽ അവരുടെ വംശാലിൽ പെടാതിരുന്നിട്ടും അവൻ അബ്രാഹത്തിൽ നിന്ന് ദശാംശം സ്വീകരിക്കുകയും വാഗ്ദാനങ്ങളുണ്ടായിരുന്ന അബ്രാഹത്തെ അനുഗ്രഹിക്കുകയും ചെയ്തു. ചെറിയവൻ വലിയവനാൽ അനുഗ്രഹിക്കപ്പെടുന്നു എന്നതിൽ തർക്കമില്ല. ഇവിടെ മരിക്കുന്ന മനുഷ്യർ ദശാംശം വാങ്ങുന്നു, അവിടെയാകട്ടെ ജീവിച്ചിരിക്കുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തപ്പെട്ടവരും. ഒരു വിധത്തിൽ പറഞ്ഞാൽ ദശാംശം വാങ്ങിയിരുന്ന ലേവി പോലും അബ്രാഹത്തിലൂടെ ദശാംശം കൊടുത്തു. എന്തെന്നാൽ മെൽക്കിസദേക്ക് അബ്രാഹത്തെ കണ്ടുമുട്ടുമ്പോൾ ലേവി പിതാവിൽ തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.